രണ്ട് കാര്യങ്ങൾ മനുഷ്യന്റെ ഹൃദയത്തിൽ തുടികൊള്ളുന്നത് കൊണ്ടാണ് അവരെ രക്ഷപ്പെടാത്തത് സ്വഹാബ. ഒന്ന് ദുനിയാവിനോടുള്ള ഇഷ്ടമാണ്, മരിക്കാൻ പേടിയാണ്, മരിക്കാൻ വെറുപ്പാണ് വിശ്വാസികൾക്ക്. അതുകൊണ്ടാണ് എല്ലാ അവിശ്വാസികളും മുസ്ലിമിനെതിരെ തിരിയുന്നതെന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ ദുനിയാവിനോടുള്ള മഹബത്ത് കുറയ്ക്കണം, അതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. എങ്കിലേ നമുക്ക് സുരക്ഷിതത്വം കിട്ടാവുള്ളൂ. നമുക്ക് ദുനിയാവ് മതി, ഇവിടെ എങ്ങനെയെങ്കിലും കാലാകാലം വസിക്കണം, അതിനെന്തിനും നമ്മൾ തയ്യാറാണ്. കാരണം എന്താ, ദുനിയാവിനോട് വല്ലാത്ത ആർത്തി വന്നു. മരിക്കാൻ പേടിയാണ്, മറ്റേത് മരിക്കാൻ പേടിയില്ല, നെഞ്ചൂക്കോടുകൂടി നിൽക്കും. അതുകൊണ്ടാണ് 313 വരുന്ന അങ്കുലി പരിമിതമാകുന്ന സ്വഹാബത്ത് 1000 വരുന്നതാകുന്ന അവിശ്വാസികൾക്കെതിരിൽ വിജയം വരിച്ചത്. മരിക്കാൻ തയ്യാറാണ്, എന്തിനും റെഡിയാണ്. അള്ളാഹു നമ്മുടെ സാലിഹ്യങ്ങൾ ചേർക്കുമാറാവട്ടെ. അപ്പൊ ദുനിയാവിനോടുള്ള മഹബത്ത്, അതിനോടുള്ള താല്പര്യം, അത് നിങ്ങളെ നാശത്തിലേക്ക് എത്തിക്കും. അതാണ് ഈ ഹദീസിന്റെ മൊത്തത്തിലുള്ള വിവക്ഷ, അതാണ് അർത്ഥം, അതാണ്. ശരിക്കും മനസ്സിലായിക്കോ. നമുക്കിന്ന് ദുനിയാവിനോട് താല്പര്യം വന്നില്ലേ? അതല്ലേ പുറകെ കൂടിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും അതിൻ്റെ പുറകെ ഓടുകയാണ്, ദുനിയാവ് വാരിപ്പുണരാൻ ഓടുകയാണ്. കോസ്മെറ്റിക് സാധനങ്ങളൊക്കെ ഡെയിലി ഓൺലൈനിലൂടെ പർച്ചേസ് ചെയ്യാണ്. രാവിലെ തന്നെ തുടങ്ങും സ്ത്രീകൾ. ഭർത്താവ് വന്ന് വരാന്തിരുന്ന് പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നു, രാവിലെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വരുന്നു, 500 രൂപ ബില്ല്, പെണ്ണുമ്പിള്ള ബുക്ക് ചെയ്താന്നാണ് പറയുന്നത്. ആയിക്കോട്ടെ, അത് കൊടുത്ത്. അതങ്ങോട്ട് കഴിയുമ്പോഴത്തെ അടുത്തവൻ വന്ന് ആമസോണിൽ നിന്ന്, യാ അല്ലാഹ്, അടുത്ത ബില്ല് വരികയാണ്, രൂപ 786 ബിസ്മിയുടെ എണ്ണത്തിൽ. അതെന്താ സംഭവം? അത് മുഖത്തിടുന്ന ഒരു ക്രീമാന്ന്. ഭർത്താവ് പല്ല് വെച്ചിട്ട് തന്നെ 3 ദിവസമായി, ഹലാക്ക്. അതിനേക്കാളും ഇത് പേസ്റ്റ് തീർന്നിട്ട് തന്നെ മൂപ്പരത് വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ കൊണ്ട് മുഖത്തിടുന്ന ക്രീമുമായിട്ട് വന്നിരിക്കുക. അപ്പോൾ പാവപ്പെട്ടവൻ അതും കൊടുത്ത്. ഉടനെ ദേ വരുന്നു, സ്വിഗ്ഗിന്ന് വരുന്നു, കുഴിമന്തി ഓർഡർ ചെയ്തയാന്ന് അടുത്തത്. ഇയാൾ ഓർത്ത് ഇനി ഒരു കുഴി ഒഴിച്ചിട്ട് താഴോട്ട് പോയേക്കാം, അതായിരിക്കും ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ ജീവിച്ചിട്ട് കാര്യമില്ല. നേരം വെളുത്ത് രാവിലെ തന്നെ രൂപ 2500 രൂപ പൊട്ടി. വീട്ടിൽ ഇരുന്നാലും പ്രശ്നം. മറ്റേത് ലീവെടുത്ത് വീട്ടിൽ ഇരുന്നാൽ സമാധാനമായിരുന്നു. ഇപ്പം ലീവെടുത്ത് വീട്ടിലിരുന്നാൽ എന്താണ് സമാധാനക്കേടാ. ബില്ല് പെടലി വഴി വേറെ വരികയാണ്, ഓൺലൈനായിട്ട്. അള്ളാഹു നമ്മളൊക്കെ ആക്കട്ടെ. പെണ്ണുങ്ങൾ ഇത് തന്നെ പരിപാടി. രാവിലെ തുടങ്ങും, എല്ലാം കയറി ഇതിലേക്ക് ഇത് കൊടുക്കുകയാണ് ഭർത്താവിൻ്റെ തടലിലോട്ട്. എടാ, ആവശ്യത്തിന് നോക്ക്, ദൂർത്തല്ലേ ഇതൊക്കെ. ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഇതെല്ലാം വാങ്ങിച്ച് എത്ര രൂപയുടെ സാധനമാണ് ഈ വാങ്ങുന്നത്? ഇതിനൊക്കെ വല്ല കണക്കൊടുക്കുന്നുണ്ടോ? ഇതൊക്കെ ഒന്ന് എഴുതി വെക്കുന്നുണ്ടോ? നിന്റെ വരവിനനുസരിച്ച് ചെലവഴിക്ക്, ഭർത്താവിന്റെ വരവിനനുസരിച്ച് ചെലവഴിക്ക്. ധൂർത്തും ദുർവ്വയവും പരിശുദ്ധ ഇസ്ലാം പറഞ്ഞിട്ടില്ല. വലാ തുബദ്ദിർ തബ്ദീറ ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാതീൻ. ധൂർത്തും ദുർവ്വയവും നിങ്ങൾ ചെയ്യരുത്. ഇത്തരത്തിൽ ധൂർത്തടിക്കുന്നവർ, ആവശ്യമില്ലാത്ത സാധന സാമഗ്രികൾ വാങ്ങിക്കൂട്ടുന്നവർ പിശാചിന്റെ സഹോദരങ്ങളാണെന്ന് വിശുദ്ധമായ ഖുർആൻ. ഈ സമുദായം അങ്ങനെ ആയില്ലേ? സമ്പത്തിനൊന്നും ഒരു വിഷയമല്ല, ആവശ്യമില്ലാത്ത സാധനങ്ങൾ മുഴുവൻ വാങ്ങിക്കൂട്ടാൻ. കടയിലേക്ക് മക്കൾക്ക് ഡ്രസ്സ് എടുക്കാൻ പോയി, ഒരു ഡ്രസ്സ് എടുത്താൽ പോരെ, 1 അല്ല 3 എടുത്തോണ്ടേ വരുള്ളൂ. അതുകൊണ്ട് ഭർത്താവും അകത്തോട്ട് പോകില്ല, കടയുടെ വാതിൽക്ക് നിൽക്കുക. കാരണം അവനറിയാം, അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കാക്ക എങ്ങനെയുണ്ട് കാക്ക, ഇത് കാക്കാക്കറിയാം അല്ലാഹ് ഹലാക്കാവെന്ന് മനസ്സിലാക്കി മൂപ്പരകത്തോട്ട് പോകില്ല, പേടിച്ചിട്ട്. കാരണം 1 എടുക്കുന്നതിന് പകരം 2 എടുക്കും, 2 എടുക്കുന്നതിന് പകരം 3 എടുക്കും. അങ്ങനത്തെ സൈസിനെയാണ് അള്ളാഹ് അത് കിട്ടിയിരിക്കുന്നത്. അവസാനം ബില്ല് വരുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ തന്നെ 2-3 എടുത്തിട്ടുണ്ടാവും. കാരണം അവർക്ക് വീട്ടിൽ ഇടാനില്ലായിരുന്നു, അപ്പോൾ അതുകൊണ്ട് 2 കൂടി എടുത്ത്. ആയിക്കോട്ടെ, അവസാനം ബില്ല് 6000 രൂപ തികച്ച്, ഒരു 10000 രൂപ തികച്ചിട്ടുണ്ട്. ആകെ 15000 രൂപ ശമ്പളം ഉള്ളത് തീർന്നു. ഈ പാവപ്പെട്ടവൻ ഇതുമായിട്ട് പിന്നെ വന്ന് ഈ സാധനങ്ങൾ മുഴുവനും കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് വെക്കുമ്പോൾ അതും അവിടെ ഇങ്ങനെ പറയുന്ന ദിവസങ്ങളും പറയുന്ന പരിപാടിക്കും അല്ല ഇടുന്നത്, അല്ലാത്ത വേറെ പരിപാടികൾക്കൊക്കെ ഇതിട്ടുകൊണ്ട് തീർക്കുകയാണ്. എന്നിട്ട് പറയാം, ഇനിയിപ്പം കല്യാണത്തിന് അന്ന് ഇടാനില്ല, തലേന്ന് ഇട്ട് പോയി, ഇനിയിപ്പോൾ കല്യാണത്തിന് അന്ന് വേറെ എടുക്കണം. അല്ലാഹ്. അപ്പോൾ 2 എടുത്തതോ, അത് കഴിഞ്ഞ ദിവസം ട്യൂഷന് പോയപ്പോൾ ഇട്ടുകൊണ്ട് പോയപ്പോൾ അതിൻ്റെ വള്ളി കീറിപ്പോയത് അലാക്കായി. അതായത് ട്യൂഷൻ ഇട്ടുകൊണ്ട് പോയി. അതായത് മൂപ്പരെങ്ങനെ ഇടങ്ങേറാക്കുക, മാനസികമായിട്ട് ഇങ്ങനെ പ്രയാസപ്പെടുത്തുക. വരവിനനുസരിച്ച് ചെലവഴിക്കേണ്ടേ സഹോദരിമാരെ? എന്തിനാണ് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? നമ്മൾ മറ്റുള്ളവരിലേക്കല്ല നോക്കേണ്ടത്, വലിയ പണക്കാരിലേക്കും പണച്ചാക്കുകളിലേക്കും അല്ല നോക്കേണ്ടത്. ഹദീസുണ്ട്, നബി തങ്ങൾ പറഞ്ഞതല്ലേ. എന്തുകൊണ്ടാണ് ദാമ്പത്യ ജീവിതമൊന്നും റാഹത്തില്ലാതെ പോകുന്നത്? ഉള്ളതുകൊണ്ട് സംതൃപ്തി അടയുന്ന ഒരു ശൈലിയിലേക്ക് ഉമ്മത്ത് എത്തിപ്പെടണം. അൽ ഖനാഅ, അറബിയിൽ അതാണ് പറയുക, ഉള്ളതുകൊണ്ട് സംതൃപ്തി അടയുന്ന ഒരു ജീവിതം വരണം. അതില്ല, ഇന്ന് ധൂർത്താണ്, ദുർവ്വയമാണ്, എല്ലാത്തിനും ഓവറാണ്. ഒരു കല്യാണം നടത്തിയാൽ പോലും എല്ലാ സാധനവും വേണം.
കോഫി, ചായ, ഇടിയപ്പം, മൊറോട്ടി, പത്തിരി, അപ്പം, ദോശ, പുട്ട്, ഇറച്ചി, മൊട്രോസ്, കിഴങ്ങേറ്, കേക്ക്, മുറുക്ക്, അച്ചപ്പം, നെയ്യപ്പം, സുഖിയൻ, വോളി, എല്ലാ ഐറ്റം വേണം. കുഴിമന്തി, കിഴി പൊറോട്ട എല്ലാം ഇരിക്കട്ടെ. ഒരു വഴിക്ക് പോകല്ലേ എന്നാ പറയും. അവസാനം കഴിക്കാൻ വരാം. ഇതെല്ലാം കൊണ്ട് വെക്കുക. ഇതെന്താ? അത് കഴിഞ്ഞ വർഷം ഏതോ ഒരു കല്യാണത്തിന് പോയപ്പോൾ അവിടെ കണ്ടതാ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റീൽസിൽ ഇൻസ്റ്റഗ്രാമിൽ കണ്ടതാ. വേണം അത് കെട്ടിയവന് അയച്ചു കൊടുക്കുക. കണ്ടില്ലേ, ഇങ്ങനെ വേണം കല്യാണം നടത്താൻ. അവൻ്റെ ശമ്പളം എത്രയാണ്? ഇല്ല, നടത്തുന്ന വ്യക്തിയുടെ ശമ്പളം എത്രയാണ്? എന്തിനാണ് ഈ ലോൺ എടുത്തു അല്ലാതെയൊക്കെ, അല്ലെങ്കിൽ പലിശയ്ക്ക് ബ്ലേഡിന് പൈസയൊക്കെ എടുത്തിട്ട് ഈ ആവശ്യമില്ലാത്ത ദൂരത്ത് കാണിക്കുന്നത്? ആരെയാണ് ഈ കാണിക്കുന്നത്? ഈ നാട്ടുകാരൊക്കെ ഇത് കാണിച്ചിട്ട് എന്തിന് സഹോദരങ്ങളെ? അതാണ് ഈ ചോദിക്കുന്നത്. നാട്ടുകാരുടെ മുന്നേ വലിയ ക്രെഡിറ്റ് പറയാനാണോ? അത് കഴിച്ചിട്ട് സൂപ്പറാന്ന് പറഞ്ഞിട്ട് അപ്പുറത്തോട്ട് മാറി നിന്നിട്ട് പറയും ഇവന് ലോട്ടറി അടിച്ചാന്ന് തോന്നുന്നുണ്ട്. എന്തൊക്കെ ഇവൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇന്ന് വരെ ഒരു മനുഷ്യന്, ഒരു നായ്ക്ക് പോലും വെള്ളം കൊടുക്കാത്ത ഹൈവാനാണ് ഇന്നിപ്പോൾ ഇത്രയും പൈസ കളഞ്ഞിരിക്കുന്നത് എന്ന് അപ്പുറത്തോട്ട് മാറി നിന്നിട്ട് കുറ്റവും പറയും. ഈ കൗമിനെയാണ് നീ സംതൃപ്തിപ്പെടുത്താൻ ഈ കണ്ട ഭക്ഷണത്തിൻ്റെ മെനു മുഴുവൻ കൊണ്ട് ഇറക്കിയത്. നിന്നെ കാണുമ്പോൾ കൈപിടിച്ചോ, അല്ല സൂപ്പർ ഫുഡ് കേട്ടോ, റാഹത്തായിരുന്നു, അല്ല റാഹത്തായിരുന്നു. അപ്പുറത്തോട്ട് മാറിയിട്ട് നിന്നെ കുറ്റവും പറയും. ഇവന്മാരെ സംതൃപ്തിപ്പെടുത്താനാണ് നീ ഈ പൈസ മുഴുവൻ പലിശക്കെടുത്തത്. ഇതല്ലേ സമൂഹത്തിൽ നടക്കുന്നത്. അതുകൊണ്ട് ഉള്ളത് കൊണ്ട് ഒരു സംഭവം, ഒരു പൊറോട്ടായി ഇറച്ചിക്കറി ആയിക്കോട്ടെ, ഒരു സംഭവം ഉള്ളൂ. അല്ലെങ്കിൽ ഒരു നെയ്ച്ചോറ്, അതിനോടൊപ്പം ഒരു കറി, അല്ലെങ്കിൽ ഒരു ബിരിയാണി വെച്ചു, അതിനല്പം വെള്ളവും വെച്ചു, മാഷാ അല്ലാ മതി. എന്തിനാണ് ഈ ഓവർ? ആവശ്യമില്ലാത്ത എല്ലാ സാധനങ്ങളും വേണമെന്ന് വാശി പിടിക്കുന്നതിനാ. പണമുള്ളവൻ പേക്കൂത്തുകൾ കിന്നടിമയാ, കല്യാണം അത് നടമാടുവാനൊരു വേദിയാ. ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് ഈ വിനീതന്റെ ഉമ്മയുടെ ഉപ്പയും കൂടിയാണ്. അള്ളാഹുവിടുത്തെ ദറജ ഉയർത്തണേ അല്ലാ. മവാഹിബുൽ ജലീലൂടെ ലോകരെ പഠിപ്പിക്കുകയാണ്. പണമുള്ളവൻ പേക്കൂത്തുകൾ കിന്നടിമയാ, കല്യാണം അത് നടമാടുവാനൊരു വേദിയാ. സദ്യക്ക് സമയം എത്തിയാൽ കേൾക്കുന്നതാ, വിഭവങ്ങളെല്ലാം പലതരം ഇവിടുള്ളതാ. സദ്യക്ക് സമയം എത്തിയാൽ കേൾക്കുന്നതാ, വിഭവങ്ങളെല്ലാം പലതരം ഇവിടുള്ളതാ. ബിരിയാണി വേണ്ടവർ പോകണേ തെക്കോട്ട്, നെയ്ച്ചോറിനാഗ്രഹമുള്ളവർ വടക്കോട്ട്, വെറും ചോറും കറിയും പ്രഥമനും കിഴക്കോട്ട്, പോകേണ്ടതാണ് കൈ കഴുകുവാൻ താഴോട്ട്. ആർക്കെവിടെയും കടക്കാം, നോക്കാം, രസിക്കാം, സ്ത്രീകൾക്ക് സ്വർഗം തന്നെയായി കണക്കാക്കാം. എത്ര അർത്ഥവത്തായ വരികളാണ്. തഴവ ഉസ്താദ് മരണപ്പെട്ടിട്ട് 10-25 വർഷം കഴിഞ്ഞു. ആലോചിക്കണം. അതിന് 20 കൊല്ലം മുമ്പ് എഴുതി പൂർത്തീകരിച്ച മവാഹിബുൽ ജലിയ, ഏകദേശം 46 കൊല്ലം മുമ്പ് എഴുതി തീർത്തതാകുന്ന പദ്യശകലങ്ങളിൽ അദ്ദേഹം ഇന്നത്തെ സമുദായത്തിലേക്ക് നോക്കിയിട്ടൊരു കറാമത്തൊന്നോണം എഴുതി വെച്ച പദ്യമാണ്. കറക്റ്റ് അല്ലേ? അതിയാരെന്താ, നമുക്ക് സദ്യ മതി, എന്നാൽ അങ്ങോട്ട് പോയിക്കാം, ആ സൈഡ് കേട്ടോ സദ്യ. മട്ടനാണോ? മട്ടനാണെങ്കിൽ ഇങ്ങോട്ട്, കുട്ടനാണെങ്കിൽ അങ്ങോട്ട്, എല്ലാ ഐറ്റവും ഉണ്ട്. കൈ കഴുകാൻ ആകാശത്തോട്ട് പോയിക്കോ, സോപ്പിടാൻ താഴോട്ട് പോയിക്കോ, എങ്ങോട്ട് പോയാലും എല്ലാ പരിപാടിയും റെഡിയാണ്. ഇതൊക്കെ ആരുണ്ടാക്കി ഈ പരിപാടി? ചില ആളുകൾ മട്ടൻ വേണ്ടവരുണ്ട്, ഓടിക്കേറിയതാണ് ഒരു വാതിലൂടെ, അവസാനം ചെന്നിരുന്നത് സദ്യക്കകത്ത. അപ്പോൾ എടാ നീ സദ്യ കഴിക്കുവാണ്, പെട്ട് വന്നിരിക്കുക. ഇനിയിപ്പോൾ ഇവിടുന്ന് എഴുന്നേറ്റ് പോയാൽ അപ്പുറത്ത് സീറ്റ് കിട്ടത്തില്ല എന്നറിയാം, ഉള്ളതായിക്കോട്ടെ എന്ന്. ഇല്ല ഞാനിപ്പം വെയിറ്റ് ഇത് ഷുഗറൊക്കെ ഉണ്ട്. എവിടെ ഷുഗർ? മട്ടൻ കെട്ടി അത് അടിക്കാമെന്ന് കരുതി കയറിയതാണ്, വാതിൽ മാറിപ്പോയി, നേരെ സദ്യയുടെ വാതിലെല്ലാം കൊണ്ടാണ് പോയത്. അങ്ങനെ പെട്ട് കഴിച്ച കൗമും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. ഏതും ആയിക്കോട്ടെ, ഇതെല്ലാം ദൂർത്തും ദുർവ്യവും. എത്ര സമ്പത്താണ് ഇതിനു വേണ്ടി കളയുന്നത്, എത്രയാണ് അടിച്ചു പൊളിക്കുന്നത്, എത്ര ആളുകളാണ് ഇതിനു വേണ്ടി സമയം ചെലവഴിക്കുന്നത്. ഒരു കല്യാണം വന്ന ഡ്രസ് കോഡുകളാണ്. ഒരു ദിവസം പച്ച, അടുത്ത ദിവസം മഞ്ഞ, അടുത്ത ദിവസം നീല, ഓരോ ദിവസം ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക. പച്ചക്കല്യാണം, മഞ്ഞക്കല്യാണം, ചുവപ്പ് കല്യാണം, മുട്ടായി കൊടുക്കൽ, എത്ര പരിപാടികൾ. വയറ് കാണൽ, വയറ് പുതുക്കൽ, അങ്ങനെ വീട് കാണൽ, വീടിൻ്റെ പാലുകാച്ച്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ പരിപാടികളും, നല്ല വാതിൽ തുടങ്ങിയിട്ടുള്ള എല്ലാ പരിപാടിയും പെണ്ണുങ്ങൾ തുടങ്ങി വെച്ച പരിപാടികളാണ്. ഇതെല്ലാ പരിപാടിയുണ്ട്. ഇതിനെങ്ങനെ വലിയ അണിഞ്ഞൊരുങ്ങി ഇതിനൊക്കെ പോകുന്നതിന് ഡ്രസ്സ് വേണം. അതാ രസം. ഇന്നിട്ട് നാളെ പറ്റൂലല്ലോ. ഇന്ന് മഞ്ഞയാണ്, ഇന്ന് എല്ലാവരും മഞ്ഞ ദിവസമാണ്, മഞ്ഞളും തേച്ച് നടക്കുകയാണ്.
നാളെ കറുപ്പ് 70 കഴിഞ്ഞ് വല്യപ്പോ വരെ കറുപ്പ് ഇട്ടുകൊണ്ട് ബർമൂട ഇട്ടുകൊണ്ട് യോയ്യോ ഫ്രണ്ട് വീടിൻ്റെ വാതിൽക്ക് വന്ന് നിൽക്കുകയാണ് ഫോട്ടോ എടുക്കാൻ റെഡിയായിട്ട്. നമ്മുടെ സമുദായത്തിൻ്റെ അവസ്ഥയെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ വല്യപ്പയാണ് ദീൻ പറയേണ്ടതും വീട്ടിൽ മറ്റുള്ളവർക്ക് ദീൻ പറഞ്ഞു കൊടുക്കേണ്ട മാതൃകയായ മനുഷ്യൻ. പള്ളിക്കകത്ത് വന്നിട്ട് പള്ളിയിലെ ഒരു മാറാല നീക്കാത്തതിൻ്റെ വിഷയത്തിൽ ആയത്തു ഹദീസു ഓതി ബഹളം വെച്ച് കമ്മിറ്റി ഇറക്കി വിട്ട ആചാര ഇപ്പം ദാ പള്ളി നിക്കർ വിട്ടുകൊണ്ട് അവിടെ പോയി നട്ട് യോയോ കളിക്കുകയാണ് കല്യാണത്തിന് വീഡിയോ പിടിക്കാൻ. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. നമ്മുടെ ഈ സമുദായത്തിൻ്റെ അവസ്ഥ എവിടെയാ സഹോദരങ്ങളെ? എന്താ ഈ സമുദായം കാണിച്ചു കൂട്ടുന്നത്? അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. തഴവാ ഉസ്താദിന്റെ വരികൾ എത്ര ശരിയാണ്. പണമുള്ളവൻ പേക്കൂത്തുകൾക്കിന്നടിമയാ, കല്യാണമത് നടമാടുവാനൊരു വേദിയാ. സമ്പത്ത് കയ്യിലേക്ക് വരുമ്പോൾ അള്ളാഹുവിനെ മറക്കുന്നവരായി മാറുകയാണ്. സമ്പത്ത് കയ്യിലേക്ക് വരുമ്പോൾ പടച്ച റബ്ബിനെ മറക്കുകയാണ്. മക്കളുടേതാകുന്ന കല്യാണം കടന്നു വരുമ്പോൾ തൻ്റെ കയ്യിലുള്ള സമ്പത്ത് മുഴുവനും എടുത്തു കാണിക്കാനുള്ള മാർഗമായി ഈ ദുനിയാവിൽ ജനങ്ങൾ മാറിയില്ലേ? അള്ളാഹുവേ നീ പൊറുക്കണേ നാഥാ. അറിവില്ലാത്ത ജനതയല്ല, വിവരമുള്ള ആളുകൾ പോലും അത്തരത്തിലുള്ള തെറ്റുകളിലേക്ക് വഴുതി മാറുന്നില്ലേ? ആഖിറം നഷ്ടമല്ലേ, നഷ്ടമല്ലേ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ്, ഉള്ളതുകൊണ്ട് സംതൃപ്തിയുടെ എന്ന ജീവിതം നയിക്കണേ. വസ്ഹദ് വദാഫഖുദുൻ ഇലാഖത ഖൽബിക ബിൽമാലി ലാ ഫഖുദുൻ ലഹു തഖു അഖലാ വസുഹുദു അഹ്സനു മൻസിബിൻ ബഅദ തുഖാ വബിഹി യനാലു മഖാമ അർബാബിൽ ഉലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന സമ്പാദ്യം ഉള്ളതുകൊണ്ട് സംതൃപ്തിയടയുന്ന ഒരു തരത്തിലേക്ക് ഈ സമുദായം എത്തിപ്പെടണേ. ആ നിലയിൽ പടച്ച റബ്ബിന്റെ മുന്നിൽ പരിപൂർണമായി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് കഴിയലാണ്. തഖ്വ കഴിഞ്ഞാൽ ഏറ്റവും മഹനീയമായ ജീവിത രീതി എന്ന് ഉലമാക്കൾ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് അത്തരത്തിലുള്ള ജീവിതമാർഗം നീ നസീബാക്കണേ അല്ലാ, നീ നസീബാക്കണേ അല്ലാ. അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് മുഴങ്ങുമ്പോ കൃത്യമായി ജുമാകളെ ജമാഅത്തുകളെ ശ്രദ്ധിക്കാൻ എത്ര മുസ്ലിമീങ്ങളാണ് തയ്യാറാകുന്നത്? കടയിലേക്ക് പോകുകയല്ലയോ, കട തുറന്നു വെക്കാൻ വേണ്ടി ഓടുകയല്ലയോ? അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് മുഴങ്ങുന്ന ബാങ്കുകളെ നിസാരവൽക്കരിക്കുന്ന ജനങ്ങളായി മാറിയില്ലയോ? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സ്വഹാബത്തിനോട് പറയുകയാണ്, സ്വഹാബ ലാ സ്വലാത്ത ലിജാരിൽ മസ്ജിദി ഇല്ലാ ഫിൽ മസ്ജിദി. പള്ളിയുടെ പരിസരങ്ങളിൽ വസിക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, ചെറുപ്പക്കാരാ, പള്ളിയിലല്ലാതെ നിനക്ക് നിസ്കാരമില്ല എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. എന്തുകൊണ്ടാണ് പെങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടാവുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാവുന്നത്? എന്തുകൊണ്ടാണ് ചെറുപ്പക്കാരാ നിനക്ക് അല്ലാഹു ഖൈറായ ജോലി നൽകാത്തത്? അല്ലാഹു നിനക്ക് നൽകുന്നതിൽ സംതൃപ്തി അടഞ്ഞ ജീവിതം ഇല്ലാത്തത് കൊണ്ടാണ്. അല്ലാഹു ഖുർആനിലൂടെ പറയുകയാണ്, വലാ തമുദ്ദന്ന ഐനൈക ഇലാ മാ മത്തഅനാ ബിഹി അസ്വാജം മിൻഹും സഖറത്തൽ ഹയാത്തി ദുനിയാ لنفتنهم فيه. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വെച്ച് നീട്ടിത്തരുന്ന ദുന്യാവിൻ്റെതാകുന്ന ആർഭാടങ്ങൾ, അമ്പരചുംബികളായ മണിമേടകൾ, അയൽവാസികളെ കണ്ടുകൊണ്ട്, നാട്ടുകാരുടെ കണ്ടുകൊണ്ട്, നാട്ടുകാർക്ക് കൂട്ടുകാർക്ക് അല്ലാഹു കൊടുത്തിരിക്കുന്ന ദുന്യവിയായ സൗഭാഗ്യങ്ങൾ കണ്ടിട്ട് കണ്ണ് മഞ്ഞളിച്ച് അല്ലാഹുവേ എനിക്കത് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ട് നിലകൊള്ളുന്നവരെ, മറ്റുള്ളവർക്ക് കിട്ടിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ കണ്ടിട്ട് അതിൽ കണ്ണ് മഞ്ഞളിച്ചുകൊണ്ട് അതുപോലെ എനിക്ക് വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് മത്സരിക്കുന്നവരെ, ദുനിയാവ് കിട്ടാൻ പരിശ്രമിക്കുന്നവരെ അല്ലാഹു വിലക്കുകയാണ്, വിലക്കുകയാണ്. വലാ തമുദ്ദന്ന, നിന്റെ കണ്ണ് നീ നീട്ടരുത്, ഇലാ മാ മത്തഅനാ ബിഹി, ഈ ദുനിയാവിലുള്ളതാകുന്ന ആർഭാടങ്ങളിലേക്ക്, ആസ്വാദനങ്ങളിലേക്ക് മനുഷ്യ നിന്റെ കണ്ണ് നീ
കൊണ്ടുപോകരുതെന്ന് വിശുദ്ധമായ ഖുർആൻ. എന്തിനാണ് പടച്ച റബ്ബ് മറ്റുള്ളവർക്ക് വലിയ അനുഗ്രഹങ്ങൾ കൊടുത്തിരിക്കുന്നത്? അമ്പരചുംബികളായ മണിമേടൽ വെച്ചുകൊണ്ട് കറുകപ്പുത്തൂരിൽ ആളുകൾ വസിക്കുന്നുണ്ടാകും. നാട്ടിലെ ടൗൺഷിപ്പിൽ വലിയ കടമുറികൾ എടുത്തുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ ഉണ്ടാവും. അവരെ കണ്ടുകൊണ്ട് പ്രിയപ്പെട്ട മുസ്ലിമേ, നിന്റെ കണ്ണ് മഞ്ഞളിക്കാൻ പാടില്ല. എന്തിനാണ് അള്ളാഹുർക്ക് വീട് കൊടുത്തതെന്നറിയുമോ? എന്തിനാണ് കണ്ണഞ്ചിപ്പിക്കുന്ന തരത്തിലുള്ള കാറും വലിയ സൗകര്യങ്ങളും അള്ളാഹു കൊടുത്തതെന്നറിയുമോ? ലിനഫ്തിനഹും ഫീ, അവരെ പരീക്ഷിക്കാനാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. അവർക്കത് പരീക്ഷണമാണ്. ഇത് ദുനിയാവാണ്, ഇത് ദുനിയാവാണ്, ഇഹലോക ജീവിതമാണ്. ഇവിടെ കുറഞ്ഞ കാലഘട്ട ജീവിതത്തിൽ ഉള്ളത് കൊണ്ട് സംതൃപ്തി അടയാൻ പ്രിയപ്പെട്ട പെങ്ങളെ നീ പഠിക്കൽ അനിവാര്യമാണ്. ഭർത്താവ് അള്ളാഹു നിനക്ക് നൽകിയിട്ടുള്ളതാകുന്ന സന്തോഷമാണ്. ആ ഭർത്താവിനെ പ്രയാസപ്പെടുത്തല്ല. അദ്ദേഹത്തിലുള്ളതാകുന്ന സമ്പാദ്യത്തിൽ ഉള്ളതിൽ സംതൃപ്തി അടഞ്ഞുകൊണ്ടുള്ള ജീവിതം നിനക്കുണ്ടാവണേ. അതല്ല അദ്ദേഹത്തെ നിർബന്ധിച്ച് ഹറാമായ തലത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞ് ഹറാമായ സമ്പാദ്യവുമായി വീട്ടിലേക്ക് വരാ പെങ്ങളെ നീ നിർബന്ധിക്കല്ല. അത് നിനക്കും നിന്റെ കുടുംബത്തിനും നാശമാണ്, നാശമാണ്. മാനബത മിനൽ ഹറാം, മാനബത മിനൽ ഹറാം ഫന്നാറു ഔലാ ബിഹി. നീ ഭർത്താവിനെ നിർബന്ധിച്ച് അയാൾ പോയി ഹറാമായ ജോലി ചെയ്ത് പലിശയിലൂടെ പണം കിട്ടി, അല്ലെങ്കിൽ ലോട്ടറി എടുത്ത് അതിലൂടെ കിട്ടിയ ധനവുമായിട്ട് അരി വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് തിളപ്പിച്ച് ചോറാക്കി മക്കളുടെ വായിലേക്ക് വെച്ചു കൊടുക്കുമ്പോ പെങ്ങളെ തിരിച്ചറിയണേ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, മാനബത മിനൽ ഹറാം, ഹറാമിലൂടെ ഊട്ടപ്പെട്ടതായ ശരീരമുണ്ടോ ഫന്നാറു ഔലാ ബിഹി, നരകവുമായി ഏറ്റവും ബന്ധപ്പെട്ടത് ആ ശരീരമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. വഖൂദുഹാ അന്നാസു വൽ ഹിജാറ, നാളെ നരകത്തിന്റെ വിറകുള്ളികളായിട്ട് മാറ്റപ്പെടുന്നത് ഈ ദുനിയാവിൽ പലിശയുമായി ബന്ധപ്പെട്ട ജീവിതം നയിച്ചവന്റെ ശരീരമാണ്. ഈ ദുനിയാവിൽ ഹറാമ് ഭുജിച്ചുകൊണ്ട് നടന്നതാകുന്ന മക്കളാണ്. വാപ്പ കൊണ്ടുവന്ന് കൊടുത്തതാകുന്ന സമ്പാദ്യമാ. പാവപ്പെട്ട പിഞ്ചോമന മക്കൾ അറിയുന്നില്ല. വാപ്പ ചെയ്ത ജോലി ഹറാമാണെന്ന് തിരിച്ചറിയുന്നില്ല. വാപ്പ എടുത്ത ലോട്ടറി ഇസ്ലാമിക വിരുദ്ധമാണെന്ന് മക്കൾ അറിയുന്നില്ല. അതിലൂടെ കിട്ടുന്ന സമ്പാദ്യം കൊണ്ട് കഴിച്ചു പോകുന്ന ഭാര്യ, കഴിച്ചു പോകുന്ന മാതാപിതാക്കൾ, കഴിച്ചു പോകുന്ന മക്കൾ നരകത്തിന്റെ വിറകുള്ളികളാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. പ്രിയപ്പെട്ട മുസ്ലിമേ, ഇന്ന് പലിശയുമായി ബന്ധപ്പെടാതെ ജീവിക്കുന്നത് ആരാണ്? ഏത് സത്യവിശ്വാസിയാണ്? ആരാണ് അതിനെ ശ്രദ്ധിക്കുന്നത്? റസൂലുള്ളാഹി പറയുകയാണ്, ആകിലുർ റിബാ വമൂകിലുഹു വകാതിബഹു വശാഹിദുഹു കുല്ലുഹും ഫിന്നാർ. പലിശയ്ക്ക് വേണ്ടി സാക്ഷി നിൽക്കുന്നവരെ, അത് എഴുതാൻ വേണ്ടി പറയുന്നവരെ, അത് എഴുതാൻ വേണ്ടി നിലകൊള്ളുന്നവരെ, അത് എഴുതിക്കുന്നവരെ, അത് വാങ്ങുന്നവരെ, അത് കൊടുക്കുന്നവരെ, നിങ്ങളെല്ലാവരും സമന്മാരാണ്. പലിശയുടെ വിഷയത്തിൽ സമന്മാരാണ്. കുല്ലുഹും സവാഉൻ, എല്ലാവരും ആ വിഷയത്തിൽ തുല്യരാണ്. എല്ലാവരും നരകത്തിലാണ്, നരകത്തിന്റെ വിറകൊള്ളികളാ. പറഞ്ഞത് കുമ്മനമല്ല, ഹബീബ് മുഹമ്മദ് മുസ്തഫ. 1400 വർഷം മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വഹാബത്തിനോട് പഠിപ്പിച്ച അധ്യാപനമാണ്. ഇന്ന് ഈ സമുദായം ഹറാം ഭുജിക്കാൻ ഏറ്റവും ബന്ധപ്പെട്ട നിലയിൽ നിലകൊള്ളുകയല്ലേ. സ്വന്തം കൂടപ്പിറപ്പുകളെ പോലും കൊന്നുകളയാൻ മടിക്കാത്തതാകുന്ന കൊട്ടേശ സംഘത്തിലേക്ക് പോയിട്ടുള്ളത് 25 വയസ്സുള്ള മക്കളാ, 20 വയസ്സുള്ള പൊന്നുമോനാ, 14, 16, 13, 12 വയസ്സുള്ളതാകുന്ന പെൺകുട്ടികൾ പോലും കൂടെ പഠിക്കുന്ന കൂട്ടുകാരി എനിക്ക് വിവാഹം ചെയ്താൽ മതിയെന്ന് പരസ്യമായി പറയുന്ന ഒരു യുഗത്തിലേക്ക്, ലെസ്ബിയന്റെ കാലഘട്ടത്തിലേക്ക് ഈ സമുദായം എത്തിയില്ലേ. കരഞ്ഞുകൊണ്ട് ഒരു മാസം ഒരു ഉമ്മ വിളിച്ചിട്ട് പറയുകയാണ്, ഉസ്താദേ, എൻ്റെ പ്രിയപ്പെട്ടതാകുന്ന മകള് വിളിച്ചു പറയുകയാണ്, എൻ്റെ മകള് വീട്ടിൽ വന്നുകൊണ്ട് അലമുറയിടുകയാ. 18 വയസ്സുള്ള പൊന്നുമോളാണ്. അവളെ വളർത്തിയത് ഉമ്മയാണ്, അവളെ താരാട്ട് പാടിയത് ഉമ്മയാണ്, അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് മുലപ്പാല് കൊടുത്ത പ്രിയപ്പെട്ട ഉമ്മ പറയുകയാണ്, നെഞ്ചുരുകിക്കൊണ്ടാണ് ഞാൻ പറയുന്നത്,
എൻ്റെ പൊന്നുമോൾ എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഉമ്മ എനിക്ക് നിർബന്ധമായും എൻ്റെ കൂടെ പഠിക്കുന്ന ഇന്നാലിന്ന പെണ്ണിനെ കെട്ടിച്ചു തരണേ. എനിക്ക് വിവാഹം ചെയ്തത് ആണിനെ അല്ല, എനിക്ക് വിവാഹം ചെയ്യേണ്ടത് എൻ്റെ കൂടെ പഠിക്കുന്ന കൂട്ടുകാരിയാണെന്ന് ഒരു പെണ്ണ് വന്നുകൊണ്ട് ഉമ്മയുടെ മുഖത്ത് തന്നെ തുറിച്ചു നോക്കി പറയണമെങ്കിൽ, ആ ഉമ്മ അത്രയേറെ സങ്കടപ്പെട്ട് വിനീതനെ വിളിച്ചു പറയണമെങ്കിൽ എത്രത്തോളം വലിയ പ്രയാസമാണ്. ഈ സമുദായത്തിൻ്റെ മക്കൾ പലരും അത്തരത്തിൽ എത്തിപ്പെട്ടില്ലേ? സമ്പത്ത് കുമിഞ്ഞുകൂടി, വാപ്പ ഗൾഫിലിരുന്നു കൊണ്ട് അയച്ചു കൊടുക്കുന്ന സമ്പത്ത്, ലാപ്ടോപ്പ് വാങ്ങി, മൊബൈൽ വാങ്ങി, നല്ല രീതിയിൽ നെറ്റ് കണക്ഷൻ ഉണ്ടാക്കി, പഠിക്കാൻ വേണ്ടി കൊടുത്ത സാധന സാമഗ്രികൾ മുഴുവനും ദീനല്ലാത്തതിലേക്ക് ചെലവഴിച്ചു. പരിശുദ്ധ ദീനിൽ നിന്ന് ഒളിച്ചോടുന്ന മക്കളായി മാറി. അന്യമതത്തിൽപ്പെട്ട ചെറുപ്പക്കാരുമായി ബൈക്കിന്റെ പിന്നാമ്പുറത്ത് കറങ്ങുന്ന എത്രയെത്ര പെൺകുട്ടികളുണ്ട്. രാവിലെ പഠിക്കാൻ വേണ്ടി തലയിൽ തട്ടമിട്ടുകൊണ്ട് ഉമ്മയെ ചുംബനം കൊടുത്ത് വാപ്പയുടെ കൈക്ക് പിടിച്ച് മുത്തം കൊടുത്തിറങ്ങുന്ന പൊന്നുമോള്, വാപ്പയറിയാതെ ഉമ്മയറിയാതെ അവരെ കവളിപ്പിച്ച് അവരുടെ കയ്യിൽ നിന്ന് ഫീസ് എന്ന് പറഞ്ഞ് പൈസ വാങ്ങി അത് കണ്ട കാമുകന്റെ കയ്യിൽ കൊടുത്ത് ഒന്നിച്ചിരുന്നു കൊണ്ട് ഹെൽമറ്റ് ധരിച്ച് ബൈക്കിലൂടെ കറങ്ങി നടന്ന് വാപ്പ നടത്തുന്ന ജ്യൂസ് കൗണ്ടറിൽ തന്നെ ചെന്ന് കടയിൽ ചെന്ന് ഹെൽമറ്റ് ധരിച്ചുകൊണ്ട് ജ്യൂസ് കുടിച്ച് വാപ്പയുടെ മുന്നിലൂടെ നടന്ന് നീങ്ങി അവസാന തിയേറ്ററിൽ പോയി ഒരു സിനിമ കണ്ട് കൂട്ടുകാരൻ്റെ കാമുകന്റെ മടിയിൽ കിടന്ന് തലവെച്ചുറങ്ങി. ഓരോ ബസ് സ്റ്റോപ്പുകൾ ഇരിക്കുന്ന പെൺകുടികളെ കണ്ടില്ലേ? സ്കൂള് വിട്ടുവരുമ്പോ നെഞ്ചു പൊടിയുകയാണ്. എത്രയെത്ര ആഭാസകരമാണ് ഈ സമുദായത്തിന്റെ മക്കൾ കാണിക്കുന്നത്. പ്രതികരിക്കാൻ ആളില്ല. റസൂലുള്ള പറഞ്ഞത് ശരിയല്ലയോ? അവസാന കാലഘട്ടമെത്തും സ്വഹാബ ലാ യുൻകിറു അഹദാ വലാ യുഗയ്യിറുഹു. പട്ടാപ്പകൽ നടുക്കളത്തിൽ വെച്ചുകൊണ്ട് സ്ത്രീകൾ വ്യഭിചരിക്കുമത്രേ, പുരുഷന്മാർ വ്യഭിചരിക്കുമത്രേ. സ്വന്തം ഭാര്യയുടെ സൗന്ദര്യം ചുക്കിച്ചുളിയുമ്പോ ആ ഭാര്യ മറന്നുകൊണ്ട് അന്യ പെണ്ണുമായി ചാറ്റിങ് നടത്തുന്ന ചെറുപ്പക്കാരില്ലേ? ഭർത്താവിനെ മറന്ന് മറ്റുള്ളവരുമായി ശരീരം പങ്കിടാൻ തയ്യാറാകുന്ന മുസ്ലിം അംഗമാരില്ലേ? റസൂലുള്ള പറയുകയാണ്, ഇത് പരസ്യമായി പട്ടാപ്പകലിൽ നടക്കുന്നത് കാണാതെ ലാ തഖൂമു സ്സാഅ, ഈ ലോകം അവസാനിക്കില്ല എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അന്ന് ജനങ്ങൾ അവരെ കണ്ടുകൊണ്ട് പ്രതികരിക്കില്ല. ലാ യുൻകിറു അഹദാ വലാ യുഗയ്യിറുഹു. പ്രതികരണശേഷി നഷ്ടപ്പെട്ട ആളുകളായി മൊബൈൽ ഉണ്ടെങ്കിൽ രഹസ്യമായി അതിൻ്റെതാകുന്ന ക്യാമറ ഓൺ ചെയ്തു വെച്ച് ഒരു വീഡിയോ ക്ലിപ്പിനുള്ള വകുപ്പുണ്ടാക്കി ബാത്റൂമിനുള്ളിൽ അടച്ചിട്ട ബാത്റൂമിനുള്ളിൽ അവൻ്റെ ഭോഗം തീർക്കാൻ വേണ്ടി മാത്രമായി പോകുന്ന ആളുകളായി സമുദായത്തിൻ്റെ മക്കൾ അവശേഷിക്കുമേ, അവശേഷിക്കുമേ. ആ രീതിയിലേക്ക് ഇന്നത്തെ സമൂഹം എത്തിപ്പെട്ടില്ലയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആശങ്കപ്പെട്ടതാകുന്ന അവസ്ഥാവിശേഷം ഈ സമുദായത്തിൻ്റെ മക്കൾ കടന്നു വന്നില്ലയോ? നിസ്കാരമില്ല, നോമ്പിന് ശ്രദ്ധയില്ല, റമദാനിതാ പടിവാതിക്കൽ എത്തിയിരിക്കുന്നു, റജബിലേക്ക് കടക്കാൻ പോവുകയാണ്, റജബിലേക്ക് കടക്കാൻ പോകുകയാണ്. ആർക്കാണ് ബോധമുള്ളത്? ആരാണ് ശ്രദ്ധിക്കുന്നത്? റമദാനിന് വേണ്ടി ഒരുങ്ങിയ വീടുണ്ടോ? പരിശുദ്ധമാക്കപ്പെട്ട റജബിന് വേണ്ടി ഒരുങ്ങി തയ്യാറായ ആൺകുട്ടികളുണ്ടോ? പെൺകുട്ടികളുണ്ടോ? മുസ്ലിമീങ്ങളുണ്ടോ? യുവാക്കളുണ്ടോ? യുവതികളുണ്ടോ? നിസ്കാര ചിട്ട വെച്ചുകൊണ്ട് കടന്നു വരുന്നവരുണ്ടോ? കള്ളു കുടിക്കുന്ന മക്കളായി മാറിയില്ലേ? ഇന്ത്യ രാജ്യത്ത് ഗവൺമെന്റ് നിരോധിച്ച പുകയില ഉൽപ്പന്നങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സന്തതികളായി മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാര് മാറിയില്ലേ? 8ാം ക്ലാസ്സിലും 10ലും ഒക്കെ പഠിക്കുന്ന പെൺകുട്ടികൾ പോലും ലഹരി ഉപയോഗിക്കുന്ന മക്കളായി മാറിയില്ലേ? ഇന്ത്യയിൽ പരിപൂർണമായി ബാൻ ചെയ്തിട്ടുള്ള, നിരോധിച്ചിട്ടുള്ള ഈ സിഗരറ്റുകൾ, ഇലക്ട്രിക് സിഗരറ്റുകൾ ഉപയോഗിക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടികളാണ്. ആർക്കാണ് ഇവർ ഇത് കൊടുത്തത്? ആരാണ് ഇവരുടെ കൈവശം ഇത് നൽകിയത്? ലഹരി ഉൽപ്പന്നങ്ങൾ ദേശം നമ്മുടെ മക്കൾ ഉപയോഗിക്കുകയാണ്. MDMAയും LSDയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നിലകൊള്ളുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും ഇന്ന് കൂടി വരുകയാണ്. മലപ്പുറം ജില്ലയിലേതാകുന്ന കോട്ടക്കൽ ഒരു സ്കൂളില് ബാക്കിലിരിക്കുന്ന ബെഞ്ചിലിരുന്നു കൊണ്ട് പെൺകുട്ടികളിരുന്ന് ഉറക്കം നോങ്ങുന്നത് കണ്ടപ്പോ ക്ലാസ് ടീച്ചറെ ക്ലാസ് സ്റ്റാഫ് റൂമിലേക്ക് വിളിച്ചു കൊണ്ടുപോയിട്ട് അവരുടെ
അവരുടേതാകുന്ന ശരീരം മുഴുവനും ഒന്ന് പരിശോധിച്ചു. എന്താണ് ഈ കുട്ടികൾക്ക് സംഭവിച്ചത്? അത്ഭുതം കൂറിപ്പോവുകയാണ്. കാലിലിട്ടിരിക്കുന്ന ഷോക്സ് ഒന്ന് അഴിച്ചു മാറ്റിയപ്പോ കാലിന് അടിഭാഗം ബ്ലേഡ് കൊണ്ട് വരിഞ്ഞ് മുറുക്കിയിട്ട് അതിലൂടെ രക്തത്തിന്റെ ധമനികൾ പുറത്തേക്ക് വരുകയാണ്. അതിലേക്ക് പുകയില ചേർത്ത് വെച്ചിട്ട് മക്കൾ അതിലൂടെ ആനന്ദിക്കുകയാണ്. കാലിനടിയിൽ ബ്ലേഡ് കൊണ്ട് വരിഞ്ഞ് മുറുക്കി 9ൽ പഠിക്കുന്ന പ്രിയപ്പെട്ട പെൺകുട്ടികൾ, സ്ത്രീകളാണ്, വിദ്യാർത്ഥിനികളാണ്, പഠിക്കുന്നതാകുന്ന മുസ്ലിം വനിതകളാണ്. എന്താണ് ഇവർ പഠിക്കുന്നത്? ആർക്കറിയാം? ആരാണ് ഇവർക്ക് ഇതിന് പൈസ കൊടുക്കുന്നത്? കാലിൻ്റെ അടിയിൽ ബ്ലേഡ് കൊണ്ട് വരിഞ്ഞ് മുറുക്കിയിട്ട് അതിലൂടെ വരുന്ന രക്തധമനികളിലേക്ക് പുകയില ഉൽപ്പന്നങ്ങൾ ചേർത്ത് വെച്ച് ഷോക്സ് പരിപൂർണമായി കാലിലിട്ട് ഷൂമിട്ടുകൊണ്ട് കാസിലിരിക്കുകയാണ്. അത് കാലിലൂടെ കടന്നു വരുന്ന രക്തധമനിയിലൂടെ ഉണ്ടാകുന്ന ആനന്ദം അതവരുടെ സിരകളിൽ പടരുകയാണ്. മുട്ടിലൂടെ, തുടയിലൂടെ, കഴുത്തിലൂടെ, തലച്ചോറിനുള്ളിലേക്ക് എന്തെന്നില്ലാത്ത ലഹരിയുടെ ഉന്മാദത്തിൽ എത്തിക്കുകയാണ്. എന്താണ് മക്കളെ പഠിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് പഠിക്കുന്നത്? ആർക്ക് വേണ്ടിയാണ് പഠിക്കുന്നത്? ആൺകുട്ടികളും ഈ വിഷയത്തിൽ മോശക്കാരല്ല. എത്രയോ മക്കളാണ് വിളിച്ചു പറയുന്നത്, എനിക്ക് ഇന്നലെ കണ്ട കൂട്ടുകാരനെ മതി. ഇന്നത്തെ കാലം എന്ന് പറയുന്നത് ഗേയുടെ യുഗം കൂടിയിട്ടാണ്. എനിക്കെൻ്റെ കൂട്ടുകാരനെ മതി, എനിക്ക് ഒന്നൊരു പെണ്ണുമായിട്ട് ചങ്ങാത്തമില്ല. കൂട്ടുകാരനെ ഭോഗിക്കാൻ കിട്ടിയാൽ മതി, അവനുമായി ചങ്ങാത്തമാണ്, അവനുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതാണ്, ഇനി അവനെ എനിക്ക് വിവാഹം ചെയ്താൽ മതി എന്ന് പരസ്യമായി പറയുന്നതാകുന്ന ആൺകുട്ടികളുള്ള കാലഘട്ടം. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ കാക്കണേ അല്ലാ, നീ പരിപൂർണമായ കാവലിലാക്കണേ അല്ലാ. 1400 വർഷം മുമ്പ് റസൂലുള്ളാഹി ഏറ്റവും കൂടുതൽ ആശ്ചര്യപ്പെട്ട അതിശയിച്ചതായ ഒരു കാലഘട്ടം. ഇതിൻ്റെ എല്ലാ കാരണം, മൂല്യവത്തായ കാരണം സമ്പത്ത് അധികരിച്ചതാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലികുല്ലി ഉമ്മത്തിൻ ഫിത്ന വഫിത്നതു ഉമ്മതി അൽമാൽ. എല്ലാ സമുദായത്തിനും നാശമുണ്ട് സാബ. ലികുല്ലി ഉമ്മത്തിൻ ഫിത്ന, എല്ലാ സമുദായത്തിനും നാശമുണ്ട് സാബ. വഫിത്നതു ഉമ്മതി അൽമാൽ, എന്റെ സമുദായത്തിന്റെ നാശം അത് സമ്പത്താണ്, സമ്പത്ത് അധികരിക്കലാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. കാശ് അധികരിച്ചപ്പോഴാണ് അള്ളാഹയെ മറക്കുന്നത്. പള്ളി കയറുന്നില്ല. മറ്റേത് 5 വക്കത്ത് പള്ളിയിലുണ്ടായിരുന്നു. കാശ് കൂടിയപ്പോൾ നിസ്കാരമില്ല, കാശ് കൂടിയപ്പോൾ ഇബാദത്തില്ല, എല്ലാത്തിൽ നിന്നും പുറകോട്ട്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ആമീൻ പറയിൻ. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ആരാ ഇൻഷാ അല്ലാഹ് ഈ സദസ്സിൽ സാധേ ഞാൻ 1 സെന്റ് കൊടുക്കാം, എനിക്ക് അള്ളാഹു നൽകിയ സമ്പാദ്യത്തിൽ നിന്ന് സമ്പത്ത് ഒരു പരീക്ഷണ വസ്തുവായി അള്ളാഹു നിങ്ങൾക്ക് നൽകിയത് ആഖിറത്തിന് വേണ്ടി കൊടുക്കാൻ തയ്യാറാകുന്ന ഏത് മോമിനാ ഉള്ളത്? ഒരാൾ ഇൻഷാ അല്ലാഹ് അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ പോലെ സാധേ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞ് 1 സെന്റ് ഭൂമി അള്ളാഹുവിൻ്റെ പള്ളിക്ക് വേണ്ടി, ദീനിന് വേണ്ടി കൊടുക്കാൻ തയ്യാറുള്ള ഏത് മോമിനുണ്ട്? അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. ആരാ ഇൻഷാ അല്ലാഹ് ഉള്ളത്? അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു സലാത്തിലേക്ക് ഇൻഷാ അല്ലാഹ് ഈ സദസ്സിൽ ഒരാളുണ്ടാവും, ഉറപ്പാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയിൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹു ഈ സദസ്സിൽ ആദ്യമായി ഏതൊരു സഹോദരനാണോ, ഏതൊരു സഹോദരിയാണ് നല്ല നിയ്യത്ത് വെച്ചുകൊണ്ട് പള്ളിക്ക് വേണ്ടിയുള്ള സ്ഥലം വാങ്ങുന്ന ഉദ്ദേശത്തോടുകൂടി ചോദിക്കുമ്പോൾ, എനിക്ക് നാളെ ഖബറിൽ സന്തോഷത്തോടുകൂടി കിടക്കണം, നാട്ടുകാരും കൂട്ടുകാരും സമൂഹവും എല്ലാവരും എന്നെ കുറിച്ച് നന്മ പറയണം, എനിക്ക് സ്വർഗം പുൽകാ ഹേതുവാകണം, നല്ല മരണം എനിക്ക് കിട്ടണം, അപകട മരണം ഉണ്ടാവരുത്. ഈ അടുത്തിടെ ഉണ്ടായിട്ടുള്ള അപകട മരണം
അപകടങ്ങളൊന്ന് നോക്കണേ. പാലക്കാട് ജില്ലയിലെ പാവപ്പെട്ടതാകുന്ന 4 പെൺകുട്ടികൾ, വിദ്യാഭ്യാസം നുകരുന്ന പെൺകുട്ടികളല്ലേ, കലാലയത്തിൽ പോകുന്ന സമയത്ത് അത് അപകടത്തിൽ പെടുകയാണ്. ലോറി വന്ന് ശരീരത്തിലേക്ക് വീഴുകയാണ്. ആ കുട്ടികൾ മരണത്തേക്ക് വഴുതി മാറിയില്ലയോ? ആലപ്പുഴ ജില്ലയിൽ MBBS പഠിക്കുന്ന മക്കള് കാറെടുത്ത് വൈകിട്ട് സഞ്ചരിക്കുമ്പോൾ ആ കാറ് പോയിട്ട് ഒരു ബസ്സിലേക്ക് ഇടിച്ചുകൊണ്ട് അതിൽ തന്നെ കുട്ടികൾ മരണപ്പെട്ടു പോകുകയല്ലയോ? എത്രയെത്ര അപകടങ്ങളാണ് കാണുന്നത്. ബംഗളൂരിൽ ഒരു കാറിന്റെ മുകളിലേക്ക് ഒരു വലിയ ക്രെയിൻ തന്നെ മറിഞ്ഞിട്ട് വലിയതാകുന്ന ഒരു വാഹനം വീണിട്ട് അത് ചതഞ്ഞെറിഞ്ഞിട്ട് അതിൽ തന്നെ 6 പേര് തൽക്ഷണം മരണപ്പെട്ടില്ലേ? അല്ലാ അല്ലാ, എപ്പോഴാണ് മരണം വരിക? എവിടെ വെച്ചാണ് വരിക? ഏത് രീതിയിലാണ് വരിക? ആർക്കാണടാ തീർച്ചപ്പെടുത്താൻ പറ്റുന്നത്? അല്ലാഹുവേ, പടച്ച റബ്ബേ, നല്ല മരണം ഞങ്ങൾക്ക് സാധ്യമാക്കണേ അല്ലാ. ആളുകൾ കണ്ടാൽ വെറുക്കുന്ന, അറുത്തു മുറിക്കുന്ന രോഗങ്ങൾ നൽകി ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ റബ്ബേ. ഏത് മുഅ്മിനാണ് ഈ സദസ്സിൽ വെച്ചുകൊണ്ട് നല്ല നിയ്യത്ത് വെച്ചുകൊണ്ട് പറയുന്നത് നീ ഖൈറ് നൽകണേ അല്ലാ, ഹലാലായ സാമ്പത്തികം കൊടുക്കണേ അല്ലാ, ഖൈറായ ജീവിതം കൊടുക്കണേ റബ്ബേ. നാളെ പാരത്രിക ലോകത്ത് സന്തോഷം നൽകണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആരാ ഇൻഷാ അല്ലാഹ് പറയാ? 1 സെന്റ് തരാൻ പറ്റുന്ന മോമിൻ ആരെങ്കിലും ഉണ്ടോ? അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി നാളെ ഇൻഷാ അല്ലാഹ് ഖബറിൽ പോയി നല്ല റാഹത്തായി നല്ല രീതിയിൽ കടക്കാൻ പറ്റുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടാവണം. അതാണല്ലോ ഏറ്റവും വലുത്. ഇവിടെ നിന്നല്ല, ദുനിയാവ് കഴിഞ്ഞാൽ അടുത്ത ലോകമാണ് ഏറ്റവും വലിയ ലോകം, പരലോകം. അതുകൊണ്ടാണല്ലോ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആ ജീവിതത്തെ ഓർത്തിട്ടാണ് കരയാറുള്ളത്. ഖബറെന്ന് കേൾക്കുമ്പോൾ കരയും, ഖബർ കാണുമ്പോൾ വിലപിക്കും. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബറെന്നോ കേട്ടാൽ തൽക്ഷണം നേടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. ഖബറെന്നോ കേട്ടാൽ തൽക്ഷണം നേടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മേടക്ക് പകരം മാളമാസോബ്ഹാന റബ്ബി അതിൽ കീഴടക്കേണ്ടതാണ് സമാന. സമ്പാദ്യ മുതലിൽ നീന്ന് 3 ഫാന, അത് മാത്രമല്ലതിലെപ്പോഴും വഹദാന. ഖബറെന്നോ കേട്ടാൽ തൽക്ഷണം നേടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസുന്നത്തുകൾ മുഴുവൻ മുറുകെ പിടിച്ചതാകുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു 3ാമത്തെ ഖലീഫയായിരുന്നല്ലോ. ഖബർ കാണുമ്പോൾ കരയുകയാണ്, ഖബർ കാണുമ്പോൾ പൊട്ടിക്കരയുകയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട അനുയായികൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ കൂട്ടുകാർ ചോദിക്കുകയാണ്, എന്താണ് മാ യുബ്കീക യാ ഉസ്മാൻ? ഉസ്മാനേ, ഉസ്മാനേ, എന്തിനാണ് കരയുന്നത്? ഖബർ കാണുമ്പോൾ കരയുന്നത്. നരകത്തെ കുറിച്ച് പറയുമ്പോഴും അത്രമേൽ കരച്ചിൽ ഞങ്ങൾ ഇന്ന് വരെ കണ്ടിട്ടില്ല, ഇന്ന് വരെ ഞങ്ങൾ കേട്ടിട്ടില്ല. ഖബറിനെ കുറിച്ച് പറയുമ്പോൾ വാവിട്ട് വല്ലാതെ നിലവിളിക്കുകയാണല്ലോ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ എൻ്റെ കർണപുടം കൊണ്ട് കേട്ടിട്ടുണ്ട്. അൽ ഖബറു അവ്വൽ
അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. ആഖിറത്തിലേക്കുള്ളതാകുന്ന ഏറ്റവും തുടക്കത്തതാകുന്ന ഭവനമാണ് ഖബർ എന്ന് പറയുന്ന ഏകാന്തമാകുന്ന ജീവിതം. അതോർത്തിട്ടാണ് ഞാൻ കരയുന്നത്. ഫഇന്ന ജാമിനുഹു ഫമാ ബഅദഹു ഐസറു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്, ഖബറിൻ്റെതാകുന്ന തുടക്കത്തിൻ്റെതാകുന്ന ഭാഗം മഹ്ശറയിലേക്കുള്ള വിളിയാളം, അത് ലഭിക്കുന്നതിന് മുമ്പ് ഒന്നാമത്തതാകുന്ന ഖബർ, പരലോക ജീവിതത്തിന്റെ തുടക്കഘട്ടം. അവിടെ രക്ഷപ്പെട്ടാൽ ശേഷമുള്ള ജീവിതത്തിൽ രക്ഷയാണ്, മഹ്ശറയിൽ തുണയാണ്, സ്വർഗത്തിലേക്ക് പോകാൻ എളുപ്പമാണ്. വഇല്ലം യൻജു മിൻഹാ ഫമാ ബഅദഹു അശദ്ദു. ഖബറിന്റെ ഏകാന്തതയിൽ ഏകാന്ത പതികനായി കഴിയുന്ന വേളയിൽ നിനക്ക് രക്ഷപ്പെടാൻ സാധിച്ചില്ലയോ, ശേഷമുള്ളത് പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ്. അത് ഓർത്തിട്ടാണ് ഞാനിങ്ങനെ വിലപിക്കുന്നത് എന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു